Okay, welcome back to Region PSK classes. Our next topic, motion in resistive medium. Motion in resistive medium. ഇപ്പോൾ നമ്മൾ ആ ഫ്രീലി ഫോളിംഗ് ബോഡിൻ്റെ കേസെല്ലാം പറയുന്ന സമയത്ത് നമ്മൾ എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ടല്ലേ പറഞ്ഞു, ഒഴിവാക്കിക്കൊണ്ടല്ലേ പറഞ്ഞ് അല്ലേ. ഇനി നമ്മൾ വിചാരിക്കുക എയർ റെസിസ്റ്റൻസും കൂടി ഉണ്ടെങ്കിൽ, എയർ റെസിസ്റ്റൻസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എയർ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഇപ്പോൾ എയർ റെസിസ്റ്റൻസിൻ്റെ കേസ് പറയുന്നതിന് മുന്നേ നിങ്ങൾ വേറെ ചാപ്റ്ററിൽ പറയും, ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുമ്പോൾ ഈ ഒബ്ജക്റ്റിന് ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടെങ്കിൽ, അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഫോഴ്സ് അനുഭവപ്പെടുന്നു. എയർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഒപ്പോസിങ് ഫോഴ്സ് ആയിരിക്കും അല്ലേ. എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ അതിന് ഓപ്പോസായിട്ടാണ് എയർ റെസിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യല്ലേ മക്കളെ. ഒപ്പോസ് ചെയ്യുന്നത് കാരണം അതിൻ്റെ വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് വരും, സ്പീഡ് കുറഞ്ഞു വരും. ഒപ്പോസിങ് ഫോഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. അപ്പോൾ വെലോസിറ്റി കുറയുമെന്ന് പറഞ്ഞാൽ അതിനൊരു ചേഞ്ച് ഉണ്ടാവും അല്ലേ, വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവും. വെലോസിറ്റി ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ ഒപ്പോസിങ് ഫോഴ്സ് ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ആയിട്ട് വരും. ഈ ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് എപ്പം വെലോസിറ്റി ചേഞ്ച് ആവുക. വെലോസിറ്റി ചേഞ്ച് ആയാൽ എന്ത് സംഭവിക്കും? വെലോസിറ്റി ചേഞ്ച് ആയാൽ ആക്സലറേഷൻ ഉണ്ടാകും. അപ്പോൾ ഈ ഫോഴ്സ് കാരണം, അപ്പോൾ ഇതാ മനസ്സിലാക്കേണ്ട, ഫോഴ്സ് ഉണ്ടാകുമ്പോഴാണ് എപ്പോഴും വെലോസിറ്റി ചേഞ്ച് ആവുക. വെലോസിറ്റി ചേഞ്ച് ആയാൽ ആക്സലറേഷൻ ഉണ്ടാകും. അപ്പോൾ വെലോസിറ്റി ചേഞ്ച് ആയാൽ ഒരു ആക്സലറേഷൻ ഉണ്ടാകും. ആ ആക്സലറേഷൻ ഉണ്ടാകും. ഓക്കെ, വെലോസിറ്റി ചേഞ്ച് ആയാൽ ആക്സലറേഷൻ ഉണ്ടാകും. ആ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. പക്ഷേ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആക്സലറേഷൻ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്താൽ വെലോസിറ്റി ചേഞ്ച് ആകും. വെലോസിറ്റി ചേഞ്ച് ആയാൽ ആക്സലറേഷൻ ഉണ്ടാകും. ആ ആക്സലറേഷൻ്റെ ഡയറക്ഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ലോസ് ഓഫ് മോഷൻ ചാപ്റ്ററിൽ പഠിക്കും. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആക്സലറേഷൻ. അതിപ്പോൾ ഓർമ്മിക്കുക, ആ ഒരു ഐഡിയ ഇതിൽ വേണം നമുക്ക്. ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ഫോഴ്സ് ഉണ്ടാകുമ്പോൾ ആക്സലറേഷൻ ഉണ്ടാകും. ഓക്കെ, ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആക്സലറേഷൻ. അപ്പോൾ നമ്മൾ ഒരു ഒബ്ജക്റ്റ് നമ്മളിത് സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. കറക്റ്റ് ശരിയായ മെത്തേഡ് ചെയ്യാൻ പോവാണ്. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും സൈൻ എടുക്കണം. സൈൻ കൺവെൻഷൻ വെച്ചുകൊണ്ട് ചെയ്യുമ്പം എപ്പോഴും ആക്സലറേഷൻ -g എടുക്കണം അല്ലേ. നോക്കാം, നമുക്ക് പറയാം. ഈ ഒബ്ജക്റ്റ് നമ്മൾ u വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്തു മുകളിലേക്ക്. ഓക്കെ, u വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകണേ. ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച്, മുകളിലേക്കല്ലേ പോകുന്നത്, അപ്പോൾ അതിൻ്റെ മുകളിൽ എയർ റെസിസ്റ്റൻസും കൂടി നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ഏതൊക്കെ ഫോഴ്സ് വരും? ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ എയർ റെസിസ്റ്റൻസ് താഴോട്ടായിരിക്കും. അപ്പോൾ ഒരു എയർ റെസിസ്റ്റൻസ് ആണ്, ഒരു ഫോഴ്സ് ഉണ്ടാവും. ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ ആ ഫോഴ്സ് താഴോട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ പിന്നെ ഏത് ഫോഴ്സ് ഉണ്ടാവും? എർത്തിൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ. അതും എങ്ങോട്ടാണ്? താഴോട്ട്. അതെപ്പോഴും താഴോട്ടാണ്. അപ്പോൾ ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുമ്പം എയർ റെസിസ്റ്റൻസ് താഴോട്ട്, എയറിൻ്റെ ഒരു ഫോഴ്സ് താഴോട്ട്, ഗ്രാവിറ്റേഷൻ ഫോഴ്സും താഴോട്ട്. ഇപ്പോൾ ഈ ഫോഴ്സ് രണ്ടും താഴോട്ടാണ്. പിന്നെ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു, ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ എപ്പോഴും ഒരു ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ സംഭവിക്കുന്നതാണ്, ഒബ്ജക്റ്റ് മുകളിലേക്കല്ലേ പോകുന്നത്, ഫോഴ്സ് കാരണമാണ് വെലോസിറ്റി ചേഞ്ച് ആവുന്നത്. അങ്ങനെയാണ്, ഫോഴ്സ് കാരണമാണ് വെലോസിറ്റി ചേഞ്ച് ആവുക. അപ്പോൾ ഈ ഫോഴ്സ് കാരണം ഇതിൻ്റെ ബോഡീൻ്റെ വെലോസിറ്റി ചേഞ്ച് ആവും. ഈ ഫോഴ്സ് കാരണവും അതിൻ്റെ വെലോസിറ്റി ചേഞ്ച് ആവും. വെലോസിറ്റി ചേഞ്ച് ആയാൽ എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. ഇനി ആക്സലറേഷൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ. അപ്പം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ വരും. ഗ്രാവിറ്റേഷൻ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ആ ആക്സലറേഷനാണ് g, 9.8 ആക്സലറേഷനാണത് g. ഇനി ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഒരു ആക്സലറേഷൻ ഉണ്ടാവും. അതിനെ ഞാൻ എ എന്ന് വിളിക്കുന്നത്. ആ ആക്സലറേഷൻ നമ്മൾ എയറിൻ്റെ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ ഞാൻ എ എന്ന് വിളിക്കുന്നത്. ഈ രണ്ട് ഫോഴ്സും ഡൗൺവേർഡ് അല്ലേ. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ആക്സലറേഷൻ, ഇതാണ് ആക്സലറേഷൻ g.
ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ആക്സലറേഷൻ. രണ്ടും ഡൗൺവേർഡാണ്. ഡൗൺവേർഡ് ആയതുകൊണ്ട് ഇതും മൈനസ് ജി, ഇതും മൈനസ് എ. ഇത് ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ, ഇത് ഈ ഫോഴ്സ് കാരണം ഉണ്ടാകുന്ന ആക്സലറേഷൻ. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഉണ്ടാകും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കാരണം ഉള്ള ആക്സലറേഷനാണ് മൈനസ് ജി. അത് മൈനസ് എടുക്കാൻ കാരണം രണ്ടും ഡൗൺവേർഡാണ്. ഇതും ഡൗൺവേർഡാണ്. ഇത് ഒബ്ജക്റ്റ് മുകളിലേക്ക് പോകുന്ന കാര്യം എന്നാണ് പറഞ്ഞത്, അപ്വേർഡ് മോഷനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്വേർഡ് മോഷൻ. ഓക്കെ. അപ്പോൾ മുകളിലേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റി സ്പീഡ് കുറഞ്ഞ് ഏറ്റവും ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി എന്താവും? 0 ആവും അല്ലേ? ടോപ്പിലെത്തുമ്പോൾ വെലോസിറ്റി 0 ആവും. റെഡി? അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ട്, അതാ വ്യത്യാസം. നേരത്തെ ഇതുവരെ നമ്മൾ പഠിച്ച എയറിൻ്റെ റെസിസ്റ്റൻസ് ഈ സംഭവം നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ടാണ് ഈ മൈനസ് ജി മാത്രം എടുത്ത് ഇത് നമ്മൾ മുമ്പൊക്കെ ചെയ്തത്. ഇപ്പോൾ ഈ സംഭവം ഈ ഫോഴ്സും കൂടി ഉള്ളത് കൊണ്ട് ഒരു എക്സ്ട്രാ ആക്സലറേഷൻ വരും. അതിനെ ഞാൻ എ എന്ന് വിളിച്ചു. അത് ഡൗൺവേർഡ് ആയതുകൊണ്ടാണ്, ഫോഴ്സിൻ്റെ ഡയറക്ഷനിലായിരിക്കും ആക്സലറേഷൻ, അത് ഡൗൺവേർഡ് ആയതുകൊണ്ടാണ് മൈനസ് എടുത്തത്. ഓക്കെ. അപ്പോൾ ഞാൻ അപ്വേർഡ് മോഷനിൽ ഞാൻ ഈ ഇക്വേഷൻ എഴുതും. V = U + AT. വി എന്താണ്? ഫൈനൽ വെലോസിറ്റി, ഏറ്റവും ടോപ്പിൽ വെലോസിറ്റി 0. U + AT. AT എന്ന് പറയുമ്പോൾ രണ്ട് ആക്സലറേഷൻ ഇല്ലേ? രണ്ട് ആക്സലറേഷൻ ഏതൊക്കെയാണ്? ഒന്ന് ഇത് ആക്സലറേഷനാണ് മൈനസ് ജി, ഒന്ന് ഈ ഫോഴ്സ് കാരണം ഇതും. അപ്പോൾ രണ്ടും ഡൗൺവേർഡ് അല്ലേ? ഒന്ന് മൈനസ് ജിയും ഒന്ന് മൈനസ് എയും. അപ്പോൾ ആക്സലറേഷൻ എഴുതുമ്പോൾ രണ്ടും എഴുതണം മക്കളെ. മൈനസ് ജിയും എഴുതണം, മൈനസ് എയും എഴുതണം. അപ്പോൾ ആക്സലറേഷൻ എഴുതുമ്പോൾ മൈനസ് ജി പ്ലസ് മൈനസ് എ വരും, ഇൻറ്റു ടി വരും. ഓക്കെ. 0 = U പ്ലസ് ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്താലോ? മൈനസ് ഓഫ് എന്ത് ചെയ്താൽ ജി പ്ലസ് എ ഇൻറ്റു ടി അല്ലേ? മൈനസ് ജിയും മൈനസ് എയും ഇങ്ങനെ എഴുതിക്കൂടെ? ഇത് മൈനസ് അല്ല, മൊത്തത്തിൽ മൈനസ് അല്ല. അപ്പോൾ ഇതിപ്പോൾ എടുക്കുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ ജി പ്ലസ് എ ഇൻറ്റു ടി, ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു, = U. അപ്പോൾ T = U/G വരും. T = U/G. ഇതാണ് ടൈം. ഈ ടൈമിനെ നമുക്ക് ടൈം ഓഫ് അസെൻഡ് എന്ന് വിളിക്കാം അല്ലേ? എന്നാൽ ടൈം ഓഫ് അസെൻഡ്, ഈ ഒബ്ജക്റ്റ് എങ്ങോട്ടാണ് പോയേ? മുകളിലേക്കല്ലേ? അപ്പോൾ മുകളിലെത്താനെടുത്ത ടൈമായത്. മുകളിലേക്ക് പോകാനെടുത്ത ടൈം, T = U/G + A. നമ്മൾ പഠിച്ച ടൈമിൻ്റെ ഇക്വേഷൻ U/G അല്ലേ? U/G കിട്ടിയപ്പോൾ ഈ സംഭവം നെഗ്ലക്റ്റ് ചെയ്താൽ ടൈം U/G. ഇപ്പോൾ അതും കൂടി നമ്മൾ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്തു. അപ്പോൾ ടൈമിൻ്റെ ഇക്വേഷൻ U/G + A ആണ്. U/G + A. ഈ ടൈമിനെ നമ്മൾ ടൈം ഓഫ് അസെൻഡ് എന്ന് വിളിക്കും, മുകളിലേക്ക് പോകാനെടുത്ത ടൈം. ഓക്കെ. ഇനി ഈ ഒബ്ജക്റ്റ് ഞാൻ ഈ സംഭവം കാണുന്നു, മുകളിലേക്ക് പോയ ഹൈറ്റ് കാണുകയാണ്. ഈ ഹൈറ്റ് കാണുകയാണ് നമ്മൾ, ഈ ഹൈറ്റ് കാണുകയാണ്. അപ്പോൾ ഹൈറ്റ് എങ്ങോട്ടാണ് പോയത്? ഇത് ഇനീഷ്യൽ പോയിന്റ്, ഇത് ഫൈനൽ പോയിന്റ്. അപ്പോൾ ഹൈറ്റ് എങ്ങോട്ടാണ്? മുകളിലേക്കല്ലേ? സൈൻ കൺവെൻഷൻ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്? അപ്പോൾ ഇത് മുകളിലേക്കാണ്. ഹൈറ്റ് ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെ. അപ്പോൾ ഇത് മുകളിലേക്കാണ്. അപ്പോൾ പോസിറ്റീവാണ്, പോസിറ്റീവാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഈ ഇക്വേഷൻ എടുക്കുന്നു. V² = U² + 2as. V0 അല്ലേ? U² + 2. ഞാൻ പറഞ്ഞു തൊട്ട് മുന്നേ ആക്സലറേഷൻ എടുക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, മൈനസ് ജി ഉണ്ട്, മൈനസ് എ ഉണ്ട്. അപ്പം ആക്സലറേഷൻ മൈനസ് ജി പ്ലസ് മൈനസ് എ വരും. ഇനി എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഹൈറ്റ് H, അത് മുകളിലേക്കാണ്. ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെ H മുകളിലേക്കായതുകൊണ്ട് പോസിറ്റീവാണ്. H പോസിറ്റീവ് എടുക്കണം. അപ്പോൾ 0 = U² + 2 × മൈനസ് ഓഫ് ജി പ്ലസ് എന്ന് എഴുതിക്കൂടെ? ഇത് മൈനസ് പുറത്തെടുക്കുക, ഇൻറ്റു H. അപ്പോൾ ഈ ടേം മൊത്തത്തിൽ മൈനസാണ്. അപ്പോൾ ഇത് ലെഫ്റ്റിലേക്ക് എടുക്കുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ പ്ലസ് ആയാൽ 2 × G + A × H = U² ആവും. സോ ദർഫോർ H എന്താവും? H = U² / 2 × G + A വരും. U² / 2 × G + A വരും. ഇത് പോയ ഹൈറ്റ്. ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്ത ഹൈറ്റ് ഇത്ര വരും. സോ H = U² / 2 × G + A വരും. ഇതാണ് പോയ ഹൈറ്റ്. ഇത് നമ്മൾ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്താൽ, എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിലോ നമ്മൾ മുമ്പ് ചെയ്ത എയർ റെസിസ്റ്റൻസ് എന്ന സംഭവം ഇത് ഒഴിവാക്കിയാൽ നമുക്ക് H കിട്ടിയ U² / 2G എന്നാണ്. എയർ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്താൽ U² / 2 × G + A എന്നാണ് ഇക്വേഷൻ. ഓക്കെ. ഇത് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്വേർഡ് മോഷൻ്റെ കേസിലാണ്.
അപ്വേർഡ് മോഷൻ്റെ കേസിലാണ്. ഇനി നമ്മളൊന്ന് ഡൗൺവേർഡ് മോഷൻ എടുക്കൂ. ഡൗൺവേർഡ് മോഷൻ ഒന്ന് എടുക്കൂ. ഒന്ന് റൈസ് ചെയ്യണേ. ഡൗൺവേർഡ് മോഷൻ എടുക്കും. അപ്പോൾ ഈ ഒബ്ജക്റ്റ് ഡൗൺവേർഡ് വരികയാണ്. ഡൗൺവേർഡ് വരുന്ന സമയത്ത് ഇവിടെ റെസ്റ്റ് അല്ലേ. അപ്വേർഡിലുള്ള വി ആണ് ഡൗൺവേർഡിലുള്ള യു. അപ്പോൾ ആര് 0? യു 0 അല്ലേ, അവിടെ റെസ്റ്റാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? താഴോട്ട് വരുന്നതോറും അതിൻ്റെ അപ്പോൾ ഒബ്ജക്റ്റ് ഇപ്പോൾ താഴോട്ടല്ലേ വരുന്നത്, താഴോട്ടേക്കാണ് വരുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് താഴോട്ടേക്കാണ് വരുന്നത്. ഇതാണ് എച്ച്. താഴോട്ടേക്ക് വരികയാണ്. താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ് അല്ലേ. എഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ്. പക്ഷേ ഈ ഒബ്ജക്റ്റ് താഴോട്ടേക്ക് വരുന്ന സമയത്ത് എയർ റെസിസ്റ്റൻസ് മുകളിലേക്കായിരിക്കും മക്കളെ. എന്ന് പറഞ്ഞാൽ എയർ കാരണമുള്ള ഫോഴ്സ് എഫ് എയർ കാരണം എയർ എപ്പോഴും ഒപ്പോസ് ചെയ്യുക. അപ്പോൾ ആ ഫോഴ്സ് മുകളിലേക്കാണ് വരിക. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ 2 ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. ഫോഴ്സ് കാരണം വെലോസിറ്റി ചേഞ്ച് ആവും. ഈ ഫോഴ്സ് കാരണം വെലോസിറ്റി ചേഞ്ച് ആവും. ഈ ഫോഴ്സ് കാരണം വെലോസിറ്റി ചേഞ്ച് ആവും. വെലോസിറ്റി ചേഞ്ച് ആയാലും എന്തുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലുള്ള ആക്സലറേഷനാണ് -g. അങ്ങനെയല്ലേ പഠിച്ചേ? ആക്സലറേഷൻ -g. ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ട് -g എടുക്കണം. -g. ഇപ്പോൾ എയറിൻ്റെ ഫോഴ്സ് ഒബ്ജക്റ്റ് താഴോട്ട് വരുമ്പോൾ എയർ റെസിസ്റ്റൻസ് മുകളിലേക്കായിരിക്കും. ആ ഫോഴ്സ് മുകളിലേക്കായിരിക്കും. അപ്പോൾ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ആരുണ്ടാവും? ആക്സലറേഷൻ ഉണ്ടാവും. പക്ഷെ അത് മുകളിലേക്കായതുകൊണ്ട് +a എന്ന് എടുക്കണം. ഇത് ഡൗൺവേർഡ് ആയതുകൊണ്ട് -g എടുക്കണം. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും ആക്സലറേഷൻ്റെ ഡയറക്ഷൻ. അപ്പോൾ അത് അപ്വേർഡാണ് വരിക. അപ്പോൾ അത് +a എടുക്കണം. ഇതെപ്പോഴും ഡൗൺവേർഡാണ്. അപ്പോൾ -g എടുക്കണം. ഓക്കെ. അപ്പം നമ്മൾ ഡൗൺവേർഡ് മോഷൻ എടുക്കുന്നു. ഡൗൺവേർഡ് മോഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ ഫോമുല എടുക്കുന്നു. അതായത് S = ut + ½ at² ഫോമുല എടുക്കുന്നു. u 0 ആണ് അല്ലേ. u 0 ആയതുകൊണ്ട് ഡൗൺവേർഡ് മോഷനിൽ സ്റ്റാർട്ടിങ് റെസ്റ്റ് ആണ് അവിടെ. അപ്പോൾ ഇത് പോട്ടെ. ഇനി ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കണം. ആലോചിച്ച് നോക്കൂ മക്കളെ. ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഡൗൺവേർഡ് മോഷൻ അല്ലേ. അപ്പോൾ ഇതാണ് ഇനീഷ്യൽ പോയിൻ്റ്, ഇതാണ് ഫൈനൽ പോയിൻ്റ്. നമ്മൾ സൈൻ കൺവെൻഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെ സൈൻ കറക്റ്റ് നോക്കണം. അപ്പോൾ ഇത് ഇനീഷ്യൽ പോയിൻ്റ്, ഇത് ഫൈനൽ പോയിൻ്റ്. ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെ, ഇവിടെ മുതൽ ഇവിടെ വരെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് h. പക്ഷേ അത് ഇനീഷ്യൽ പോയിൻ്റ് മുതൽ ഫൈനൽ പോയിൻ്റ് വരെ എന്ന് പറയുമ്പോൾ അത് താഴോട്ടേക്കായതുകൊണ്ട് -h എടുക്കണം. ഇത് -h എടുക്കണം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് -h എടുക്കണം. ഡൗൺവേർഡ് ആയതുകൊണ്ട് -h എടുക്കണം. = ½ a. ആക്സലറേഷൻ 2 ഉണ്ട്. ഏതല്ലോ? -g ഉണ്ട്. -g അത് ഡൗൺവേർഡ് ആയതുകൊണ്ട് -g, ഇത് അപ്വേർഡ് ആയതുകൊണ്ട് +a. അപ്പോൾ -g യും +a യും. അപ്പോൾ ആക്സലറേഷൻ്റെ സ്ഥാനത്ത് -g ഉണ്ട് +a ഉണ്ട്. -g യും +a യും, അതാണ് വ്യത്യാസം. ഈ കേസിൽ -g യും -a യും. ഈ കേസിൽ -g യും +a യും. ഇതാണ് വ്യത്യാസം. × t². അപ്പം -h = ½ ഇതിൽ നിന്ന് മൈനസ് പുറത്തെടുത്താലോ? പുറത്തെടുത്താൽ ഇത് g ആവും. ഈ +a എന്നുള്ളത് -a ആവും. × t². ഇത് വേണമെന്ന് ചെയ്ത് നോക്ക്. ഇത് -g, ഇതാ -g. മൈനസും പ്ലസ്, ഇത് പ്ലസ്. ഓക്കെ. അപ്പോൾ ഈ മൈനസും ഈ മൈനസും 2 സൈഡിൽ നിന്ന് ക്യാൻസലായി. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായി. ഇനി എച്ചിൻ്റെ ഫോമുല ഇതാ. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എച്ചിൻ്റെ ഫോമുല. എന്നാ? u² / 2 × g + a. u² / 2 × g + a = ½ × g - a × t². ഈ 2ഉം കട്ടാവും അല്ലേ. g - a ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ u² / g + a × g - a. g - a ഇങ്ങോട്ട് വന്നു. g + a × g - a = t². ഇത് a + b × a - b. a + b × a - b, a² - b². ഇത് മായ്ക്കുന്നുണ്ട്.
ഇവിടെ എഴുതാണ്. അപ്പോൾ യു സ്ക്വയർ ഡിവൈഡ് ബൈ ജി പ്ലസ് എ ഇൻറ്റു ജി മൈനസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? ജി സ്ക്വയർ മൈനസ് എ സ്ക്വയർ വരും, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അങ്ങനെ വരും. ഈക്വൽ ടു ടി സ്ക്വയർ, ഈക്വൽ ടു ടി സ്ക്വയർ, ഈക്വൽ ടു ടി സ്ക്വയർ. അപ്പോൾ ടി എന്ത് വരും? ടി എടുക്കുമ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കണം. റൂട്ട് ഓഫ് യു സ്ക്വയർ ബൈ ജി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇങ്ങനെ വരും. യു സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്? യു സ്ക്വയറിൻ്റെ റൂട്ട് യു ആണ്. അപ്പോൾ ടൈം ഈക്വൽ യു സ്ക്വയറിൻ്റെ റൂട്ട് യു, യു ബൈ ഇത് ജി മൈനസ് എന്ന് എഴുതാൻ പറ്റില്ല, ഇതിൻ്റെ റൂട്ട് ജി, ഇതിൻ്റെ റൂട്ട് എ അങ്ങനെ എഴുതാൻ പറ്റില്ല. അത് എഴുതാം ഓൾ സ്ക്വയർ വന്നാൽ, ഇങ്ങനെ വന്നാൽ ജി മൈനസ് എ ഓൾ സ്ക്വയർ വന്നാൽ ഈ സ്ക്വയർ പോയിട്ട് ജി മൈനസ് എന്നത്. ഇത് അങ്ങനെയല്ല, ഇത് ജി സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്നാണ്. അപ്പോൾ അത് റൂട്ട് ഓഫ് ഇതിൻ്റെ റൂട്ട് യു സ്ക്വയറിൻ്റെ റൂട്ട് യു ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇങ്ങനെയുള്ളത്. ഇതാണ് ഇപ്പോൾ ടൈം ഡൗൺവേർഡ് മോഷൻ്റെ ടൈം. ഇത് ഡൗൺവേർഡ് മോഷൻ്റെ ടൈം, ഇത് അപ്വേർഡ് മോഷൻ്റെ ടൈം. എന്ന് വെച്ചാൽ ഏറ്റവും ടോപ്പിലെത്താനുള്ള ടൈം, താഴ്ന്ന് ടോപ്പിലെത്താനുള്ള ടൈമിൻ്റെ ഫോർമുല ഇതാണ്, യു ബൈ ജി പ്ലസ് എ. ഇനി ടോപ്പിൽ നിന്ന് ഏറ്റവും താഴെ എത്താനുള്ള ടൈം ഇതാണ്, യു ബൈ റൂട്ട് ഓഫ് ജി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എയർ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്താൽ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യുന്നു. അപ്പോൾ എയർ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്താൽ ഇങ്ങനെയാണ്. ജീൻ്റെ വാല്യൂ നമുക്കറിയാം, ജീൻ്റെ വാല്യൂ 9.8 അല്ലേ? ജീൻ്റെ 9.8 നമ്മൾ 10 ആയിട്ട് എടുക്കും, 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിങ്ങൾ -10 ഒന്നും കൊടുക്കണ്ടേ, നമ്മൾ സൈൻ കൺവെൻഷനൊക്കെ എടുത്തിട്ടാണ്, സൈൻ കൺവെൻഷനൊക്കെ ഓൾറെഡി മൈനസും പ്ലസും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ഈ ഡെറിവേഷൻ ചെയ്തത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാ സൈനും മൈനസും പ്ലസ്സൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പിന്നെയും സൈൻ എടുക്കണ്ട. ഓക്കെ, അപ്പോൾ ജി ഒരു 10 മീറ്റർ പെർ സെക്കൻഡ്, 9.8 എന്നുള്ളത് ഞാൻ 10 എടുത്തു. എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ. എങ്ങനെയാണ് ഉണ്ടായ, അതിന് കാരണം ആരായിരുന്നു? എയർ റെസിസ്റ്റൻസ് കാരണം ഉണ്ടായ ആക്സലറേഷൻ. അതൊരു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് വിചാരിക്കും, സപ്പോസ്. അപ്പോൾ ഞാൻ ഈ ടൈം കാണുന്നു, ഇത് ടൈം ഓഫ് ഡിസെൻഡ് അല്ലേ? ടൈം ഓഫ് ഡിസെൻഡ് എന്ന് വെച്ചാൽ മുകളിൽ നിന്ന് താഴെ എത്താനുള്ള ടൈം, ടോപ്പിൽ നിന്ന് താഴെ എത്താനുള്ള ടൈമാണ് ഇത് താഴെ നിന്ന് മുകളിലെത്താനുള്ള ടൈമാണ് ടൈം ഓഫ് അസെൻഡ്. അപ്പോൾ ഇത് അപ്പോൾ ടൈം ഇൻഡിക്കേഷൻ ടൈം ഓഫ് അസെൻഡ് ഇൻഡിക്കേഷൻ യു ബൈ ജി പ്ലസ് എ, ജി 10 പ്ലസ് എ 1. അപ്പോൾ യു ബൈ 11 ടൈം 3 സെക്കൻഡ് വരും അല്ലേ? ഇനി ഇത് ടൈം ഓഫ് അസെൻഡാണ് കണ്ട, ടൈം ഓഫ് അസെൻഡ്. ഇനി ടൈം ഓഫ് ഡിസെൻഡ് കാണുക. ടൈം ഓഫ് ഡിസെൻഡ് ഈ സംഭവം യു ബൈ റൂട്ട് ഓഫ് ജി സ്ക്വയർ, ജി എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ 1 അല്ലേ, 1 സ്ക്വയർ. അപ്പോൾ യു ബൈ റൂട്ട് 100 മൈനസ് 1, റൂട്ട് 99 വരും. റൂട്ട് 99 എന്നുള്ള ഓൾമോസ്റ്റ് നിങ്ങൾ റൂട്ട് 100 പോലെ വിചാരിക്കും. 99 അല്ലേ, 99 നമ്മൾ ജിപ്പോൾ 9.8 10 എടുത്തില്ലേ, അതേപോലെ 99 അല്ലേ, 99 100 പോലെ വിചാരിച്ചോ. അപ്പോൾ റൂട്ട് 100 വരും, റൂട്ട് 100 എന്ന് പറയുമ്പോൾ 10 വരും. അപ്പോൾ ഇത് യു ബൈ 10 വരും, ഓൾമോസ്റ്റ് ആണ്, യു ബൈ 10 വരും. അപ്പോൾ ഇത് യു ബൈ 10ഉം ഇത് യു ബൈ 11. ഇത് ടൈം ഓഫ് അസെൻഡ്, ഇത് ടൈം ഓഫ് ഡിസെൻഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലേതാ വലുത്? മക്കളെ ഇവിടെ ഡിനോമിനേറ്റർ ഇവിടെ 11 അല്ലേ, ഡിനോമിനേറ്റർ 11 ആണ്, ഇവിടെ ഡിനോമിനേറ്റർ 10 ആണ്. ഡിനോമിനേറ്റർ കുറയുമ്പോഴാണ് ഈ ആൻസർ കൂടുക. അപ്പോൾ ഡിനോമിനേറ്റർ ഇവിടെയാണ് ലെസ് അല്ലേ, അപ്പോൾ ഈ ആൻസർ ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഇത് T1 ഇത് T2 നമ്മൾ എടുത്താൽ, ഇത് T1 ഇത് T2 എടുത്താൽ ഈ കേസിലാണ് ഡിനോമിനേറ്റർ ലെസ്, അതുകൊണ്ട് ഈ ആൻസർ കൂടും. ദർഫോർ T2 ഈ ആൻസർ കൂടും. അപ്പോൾ T2 ഗ്രേറ്റർ ദാൻ T1 വരും എന്ന് വെച്ചാൽ അർത്ഥം എന്നാ, ഈ ടൈം കൂടുതലും ഈ ടൈം കുറവും. ഈ ടൈം ഓഫ് ഡിസെൻഡ് അല്ലേ, എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് താഴെ എത്താനുള്ള ടൈം കൂടുതലും താഴെ നിന്ന് മുകളിലെത്താനുള്ള ടൈം കുറവും. ടൈം ഓഫ് ഡിസെൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻഡ്. എങ്ങനെ? എയർ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്താൽ. അപ്പോൾ എയർ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്താൽ ഏത് കൂടും? ടൈം ഓഫ് ഡിസെൻഡ് കൂടും.
അല്ലെങ്കിൽ നമ്മൾ എയർ റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്താ പഠിച്ചേ? എയർ റെസിസ്റ്റൻസ് ഒന്നും കൺസിഡർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് താഴ്ന്ന് മുകളിലെത്താനുള്ള ടൈം U/G, മുകളിൽ നിന്ന് താഴെ എത്താനുള്ള ടൈം U/G. ആ രണ്ട് ടൈമും ഈക്വലാണ്. ഇഫ് വി നെഗ്ലക്റ്റ് എയർ റെസിസ്റ്റൻസ് നെഗ്ലക്റ്റ് ചെയ്താൽ, എയർ റെസിസ്റ്റൻസും കൂടി കൺസിഡർ ചെയ്താൽ ഈ രണ്ട് ടൈമും എന്തല്ല? ഈക്വൽ അല്ല. ഈ ടൈം ഓഫ് ഡിസെൻറ്റ് ഈ ടൈം ആയിരിക്കും കൂടുതൽ, ഈ ടൈം കുറവായിരിക്കും. ടൈം ഓഫ് ഡിസെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ടൈം ഓഫ് അസെൻറ്റ് ആയിരിക്കും ഇഫ് വി കൺസിഡർ എയർ റെസിസ്റ്റൻസ്. അതിൻ്റെ പ്രൂഫായത്. ഓക്കെ, റെഡി. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്കൊരു ഹോം അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ്, ചെയ്ത് നോക്കുക. നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എ ബുള്ളറ്റ് enters into a wooden plank, loses half of its velocity after entering a distance of 20 centimeter. അപ്പോൾ ഒരു വുഡൻ പ്ലാങ്ക് വിചാരിക്കുക. ഈ വുഡൻ പ്ലാങ്കിൻ്റെ ഉള്ളിലേക്ക് ഒരു ബുള്ളറ്റ് പെനട്രേറ്റ് ചെയ്യുന്നു. ബുള്ളറ്റിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് യു എന്ന് എടുക്കുക തൽക്കാലം, അതൊന്നും തന്നിട്ടൊന്നുമില്ല. ഇത് 20 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ, ഇപ്പോൾ ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തപ്പോൾ, മീറ്റർ വേണമെങ്കിൽ ആക്കാം, അല്ലെ ആക്കണ്ട, നോക്കൂ. 20 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്ത നേരം ഇതിൻ്റെ വെലോസിറ്റി ഇറ്റ് ലോസസ് ഹാഫ് ഓഫ് ഇറ്റ്സ് വെലോസിറ്റി ഹാഫ് ലോസ് ചെയ്ത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വെലോസിറ്റി യു ആണെങ്കിൽ ഇവിടെ വെലോസിറ്റി U/2 ഉള്ളൂ, ബാക്കി പകുതി പോകാൻ കാരണം എന്താ? വുഡൻ പ്ലാങ്കിൻ്റെ ഉള്ളിൽ കൂടിയല്ലേ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് കാരണം വെലോസിറ്റി എന്താവും? ചേഞ്ച് ആവും. ഒപ്പോസിങ് ഫോഴ്സ് ആയിരിക്കും. ഇത് ഉള്ളിലൂടെ പോകുമ്പോൾ ഒരു ഒപ്പോസിങ് ഫോഴ്സ്, ഈ വുഡ് കാരണം ഒരു ഒപ്പോസിങ് ഫോഴ്സ് ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് വെലോസിറ്റി എന്തായി വരും? കുറഞ്ഞു വരും. വെലോസിറ്റി ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി ഹാഫായി എന്നാണ് പറഞ്ഞത്. ഇനിയോ, ഹൗ മച്ച് അഡീഷണൽ ഡിസ്റ്റൻസ് വിൽ ഇറ്റ് പെനട്രേറ്റ്? അപ്പോൾ 20 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തപ്പം വെലോസിറ്റി എന്തായി? ഹാഫായി. ഹൗ മച്ച് അഡീഷണൽ ഡിസ്റ്റൻസ് വിൽ ഇറ്റ് ട്രാവൽ ത്രൂ ദ വുഡൻ പ്ലാങ്ക് ബിഫോർ കമ്മിങ് ടു റെസ്റ്റ്? ഇനിയും, അപ്പോൾ ഇപ്പോൾ റെസ്റ്റ് ആയിട്ടില്ല, വെലോസിറ്റി ഹാഫായിട്ടേ ഉള്ളൂ. ഇനിയും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് വെലോസിറ്റി വീണ്ടും എന്താവും? കുറയും. വുഡിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന സമയത്ത് വെലോസിറ്റി വീണ്ടും കുറയും. വെലോസിറ്റി കുറഞ്ഞ് ലാസ്റ്റ് വെലോസിറ്റി എന്താവും? 0 ആവും. റെസ്റ്റ് ആവും അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് ഇത് വെലോസിറ്റി കുറഞ്ഞ് 0 ആവും. ഹൗ മച്ച്? ഇത് 20 സെൻറ്റിമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഹാഫ് ആയത്. ഇനി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താൽ? ഇനിയുള്ള ഡിസ്റ്റൻസ് കാണണം. ഇനി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലാണ് അത് റെസ്റ്റ് ആവുക എന്നാണ് ചോദ്യം. ഇനി എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലാണ് അത് റെസ്റ്റ് ആവുക? അസ്യൂം റിട്ടാർഡേഷൻ ടു ബി യൂണിഫോം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് മക്കളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, റെഡി. നെക്സ്റ്റ് ഒരു ഒബ്ജക്റ്റ്, എക്സ്ട്രാ 1-2 കാര്യങ്ങൾ പറയുകയാണ്. ഒരു ഒബ്ജക്റ്റ് H1 ഹൈറ്റിൽ നിന്ന് റെസ്റ്റിലാണ്. ഈ ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. ഇത് H1 ഹൈറ്റിൽ നിന്ന് ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. H1 ഹൈറ്റിൽ നിന്ന് അത് ഫോളോ ചെയ്തു. വേറൊരു ഒബ്ജക്റ്റ് അതുപോലെ റെസ്റ്റ്. അപ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി 0. ഡ്രോപ്പ് ആണ്. രണ്ട് ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുക മീൻസ് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിട്ട് എടുക്കാം. ഇത് H2 ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്തത്. H2 ഹൈറ്റിൽ നിന്ന് അതിനെ ഡ്രോപ്പ് ചെയ്തു. H1 ഹൈറ്റിൽ നിന്ന് ഇതിനെ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇത് താഴെ എത്താനുള്ള ടൈമും തമ്മിലുള്ള റേഷ്യോ. താഴെ എത്താനുള്ള ടൈമിന് ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, ടൈം ഈക്വൽ ടു √2h/g എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? ആ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ റെസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. റെസ്റ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് താഴെ എത്താനെടുക്കുന്ന ടൈം √2h/g ആണ്. അപ്പോൾ T1 എന്താവും? T1 ഈക്വൽ T1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കേസിൽ ഇത് താഴെ എത്താനെടുക്കുന്ന ടൈം √2h/g എന്നുള്ള എച്ചിന് വരെ ഇത് H1 ആണ്. അപ്പോൾ 2h1/g വരും. ഇത് ഇതിൻ്റെ ടൈം. അതിൻ്റെ ഹൈറ്റ് H2 ആണ്. H2 ഹൈറ്റിൽ നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ടൈം √2 എച്ചിൻ്റെ സ്ഥാനത്ത് ഇത് H2 ആണ്. H2/g വരും. ഇതായിരിക്കും ഈ ഓരോ ഒബ്ജക്റ്റും താഴെ എത്താനെടുക്കുന്ന ടൈം. അങ്ങനെയാണ് റേഷ്യോ അല്ലേ വേണ്ടത്. അപ്പോൾ T1/T2 എന്ത് വരും? റേഷ്യോ കാണുമ്പോൾ അപ്പോൾ ഇത് രണ്ടും തമ്മിൽ റേഷ്യോ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 ക്യാൻസൽ ആവും. അതുപോലെ G ക്യാൻസൽ ആവും. അതേപോലെയുള്ളത് ഡിവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസൽ ആവുമല്ലോ. ബാക്കി ഉണ്ടാവുക H1ഉം H2ഉം മാത്രമാണ്. പിന്നെ റൂട്ടും ഉണ്ട്. അപ്പോൾ
h1/h2 ആണ് വരിക, റൂട്ട് ഉണ്ടല്ലോ, മറ്റേ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആവും. അപ്പോൾ √h1/h2 ആണ് വരിക ടൈം തമ്മിലുള്ള റേഷ്യോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ. ഒരു ഒബ്ജക്റ്റ് 9 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഫോൾ ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റ് 16 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഫോൾ ചെയ്യുന്നു. 16 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഫോൾ ചെയ്യുന്നു. ഈ ഒബ്ജക്റ്റ് 9 മീറ്റർ ഹൈറ്റിൽ നിന്ന്, ഈ ഒബ്ജക്റ്റ് 16 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഫോൾ ചെയ്യുന്നു. ഇത് താഴെ എത്താനുള്ള ടൈമുകളുടെ റേഷ്യോ. അപ്പോൾ എത്രയാ? T1/T2 എത്ര വരും? ഒന്നാമത്തെ 9 ആണ്, അടുത്ത 16 ആണ്. അപ്പോൾ എത്ര വരും? √9 3/4 ഇൻ്റെ √4 3:4 വരും ടൈമിൻ്റെ റേഷ്യോ. അങ്ങനെ വരും. ഇത് കൂടാതെ വൺ മോർ ഇക്വേഷൻ. ഈ ഒബ്ജക്റ്റ് ഇത് താഴോട്ടേക്ക് വരുന്തോറും അതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൂടി വരില്ലേ? അപ്പോൾ ഏറ്റവും താഴെ എത്തുമ്പോൾ അല്ലേ മാക്സിമം സ്പീഡ് ഉണ്ടാവുക. അപ്പോൾ ഇത് താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് ഞാൻ V1 നിർത്തും. ഇത് വേറൊരു ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഇത് ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള സ്പീഡ് ഞാൻ V2 നിർത്തും. ഈ സ്പീഡുകളുടെ റേഷ്യോ V1:V2 ആണ് അടുത്ത കാണുന്നത്. താഴെ എത്താനുള്ള സ്പീഡുകൾ, ഏറ്റവും താഴെ എത്തുമ്പോഴുള്ള സ്പീഡുകളുടെ റേഷ്യോ, താഴെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോഴുള്ള സ്പീഡിൻ്റെ റേഷ്യോ. ഈ കേസ് റെസ്റ്റിൽ നിന്നല്ലേ ഫോളോ ചെയ്യുന്നത്. റെസ്റ്റിൽ നിന്ന് നിന്നായിരിക്കണേ. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് സ്പീഡിനൊരു ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ മുമ്പ് ചെയ്ത സ്പീഡ് ആൻഡ് ഇക്വേഷൻ, ഫൈനൽ സ്പീഡ്, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്പീഡ് √2gh ആണ്. √2gh ആണ്. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ കേസിൽ സ്പീഡ് എത്ര വരും? √2g, ഹൈറ്റ് h1 അല്ലേ, അപ്പോൾ 2gh1 വരും. രണ്ടാമത്തെ കേസിൽ സ്പീഡ് എന്താവും? √2g, ഹൈറ്റ് h2 ആണ്, 2gh2 വരും. അപ്പോൾ V1/V2 എന്ത് വരും? റേഷ്യോ എന്ത് വരും? ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ആവും ഡിവൈഡ് ചെയ്യുമ്പോൾ സമയത്ത്. അപ്പോൾ അതും √h1/h2 തന്നെയായിരിക്കും. ഏറ്റവും താഴെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സ്പീഡുകളുടെ റേഷ്യോ √h1/h2 തന്നെ ആയിരിക്കും. ഓക്കെ, യെസ്, ഓക്കെ, ടൈമായി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് പറയാം.